ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പേ ഔട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫണ്ടിങ് പിപ്സിൻ്റെ പേ ഔട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രൗസറിൽ ഫണ്ടിങ് പിപ്സ് എടുക്കുക, യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹോം സ്ക്രീനിൽ പോവുക. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം കാണാം. അതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ചെല്ലുക, ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഡാഷ്ബോർഡിലെത്തി കഴിയുമ്പോൾ നമ്മുടെ പേ ഔട്ട് $3100 നമുക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റുന്നത്. അത് അവിടെ സ്റ്റാറ്റസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ എൻ്റെത് ഇത് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഫണ്ടിങ് പിപ്സിൻ്റെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് ബാക്ക് ഓഫീസിൽ അത് അപ്ഡേറ്റ് ആയിട്ടില്ല. പേ ഔട്ട്സ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേ ഔട്ട് റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള പേ ഔട്ട് നമുക്ക് അവിടെ കാണാം. നമ്മളിപ്പോൾ പേ ഔട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ പോവാണ്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കുറച്ച് നോട്ട്സും അവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഓർഡേഴ്സും കാര്യങ്ങളും എല്ലാം പേ ഔട്ട് റിക്വസ്റ്റിന് ഒരു 15 മിനിറ്റ് മുന്നെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഉള്ളത് അതിൻ്റെ മിനിമം എലിജിബിലിറ്റി ആണ്. പിന്നെ $500 വരെ നമുക്ക് ക്രിപ്റ്റോ വഴി എടുക്കാം. 500 മേലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് വഴി പ്രോസസ്സ് ചെയ്യാം. നമ്മളിപ്പോൾ റൈസ് വെച്ചിട്ട് എടുക്കാനാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അവരുടെ കമ്പനിയുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ദുബായ് ടൈമാണ് ഫണ്ടിങ് പിപ്സിൻ്റെ. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിലായിരിക്കും നമ്മുടെ പേ ഔട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുക. ഓക്കെ, വർക്കിംഗ് ഡേയ്സിലും ആയിരിക്കണം. ഇവിടെ നമ്മൾ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ പാസ്സായിരിക്കുന്ന അക്കൗണ്ടിൻ്റെ ID. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എമൗണ്ട് $3100 വരിക. പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത് റൈസ് സെലക്ട് ചെയ്യുക. നമുക്ക് വാറ്റ് നമ്പർ ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി കണ്ടീഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ താഴെ നമുക്ക് പേ ഔട്ട് സമ്മറി കാണാൻ പറ്റും. സമ്മറിയിൽ കുറച്ച് സാധനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു സർവീസ് ഫീ എന്നും പറഞ്ഞ് $49.60 സർവീസ് ഫീ വരുന്നുണ്ട്. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അത് വരുന്നത്. പിന്നെ 620 അവരുടെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് പോകുന്നുണ്ട്. റിമൈനിങ് $2430.40 നമുക്ക് കിട്ടുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. എന്തെങ്കിലും നമ്മുടെ വയലേഷൻ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതും അതിനകത്ത് വരും. പേ ഔട്ട് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ പേ ഔട്ട് റിക്വസ്റ്റഡ് എന്നുള്ള സംഗതി പ്രോസസ്സ് ആയിട്ടുണ്ട്. നമ്മുടെ റിക്വസ്റ്റ് പ്രോസസ്സ് ആയിട്ടുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നെ സ്ക്രീനിൽ നമുക്കത് കാണാം. അത് റിക്വസ്റ്റ് ആയിട്ടുണ്ട്. എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഇൻവോയ്സ് ഒന്നും നമുക്ക് വരില്ല, കാരണം അത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി പ്രോസസ്ഡ് എന്നുള്ള സ്റ്റാറ്റസിലോട്ട് മാറിയാൽ അത് കിട്ടുള്ളൂ. നമ്മുടെ പ്രീവിയസ് പേ ഔട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു $704, $1008, $116. അപ്പോൾ ആ എമൗണ്ടുകളെല്ലാം നിങ്ങൾക്ക് കാണാം. ഇതുപോലെയാണ് നമ്മൾ ആ പേ ഔട്ട് എടുക്കുന്നത്. ഇത്രയും പ്രോസസ്സുകളാണ് അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഫ്യൂച്ചറിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.